ആഹാ, നീ നേരത്തെ അടുക്കള കയറിയാ? ആമാ. ഓ, രാവിലെ എണീക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാ. അലാറം വെച്ച് കിടക്കും, പക്ഷെ എഴുന്നേക്കുമ്പോ ഭയങ്കര ക്ഷീണം. ഞാൻ അലാം വെച്ചാ കിടക്കണേ. 6 മണിയാണ് എന്റെ അലാം ടൈം. ഇനി അത് പയ്യെ 5:30 ആക്കണം. അവിടെ എത്ര മണിക്ക് എണീക്കും? അവിടെ 6 മണിയാകുമ്പോ എണീക്കും. പക്ഷെ അവിടുത്തെ അമ്മയുണ്ടല്ലോ 5 മണിയാകുമ്പോ എണീക്കും. അതിപ്പോ എത്ര വയ്യെങ്കിലും അത്ര നേരത്തെ എണീക്കും. അതല്ലല്ലോ അങ്ങനെ തന്നെ. പണ്ടത്തെ എല്ലാ ആൾക്കാരും ഉണ്ടല്ലോ വെളുപ്പാങ്കാലത്ത് എണീക്കും. നമ്മളവിടെ അമ്മയൊക്കെ 5 മണിക്കല്ല 4 മണിക്ക് എണീക്കും. അച്ഛനും എണീക്കും 4 മണിക്ക്. പിന്നെന്താ ഇവരൊക്കെ നേരത്തെ കിടന്നിട്ട് നേരത്തെ എണീക്കും. ഇവിടെ ഉറക്കം വരണമെങ്കിൽ തന്നെ 11:30 കഴിയണം. ഓ, നേരത്തെ പോയി കിടക്കും. പക്ഷെ എന്താ കാര്യം, കിടന്നിട്ടുണ്ടെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കും. ഉറക്കം വരില്ലെന്നേ. എങ്ങാനൊന്ന് ഉറക്കം പിടിച്ച് വരുമ്പോ തന്നെ ചാടി എണീക്കും. എന്നിട്ട് പിന്നൊന്ന് ഉറങ്ങണമെങ്കിൽ 1/2 മണിക്കൂർ പിടിക്കും പിന്നൊന്ന് ഉറക്കം കിട്ടാനായിട്ട്. പിന്നെ രാവിലെ എണീറ്റിട്ടുണ്ടെങ്കിൽ ഈ ഉറക്കം ശരിയല്ലാത്തതുകൊണ്ട് രാവിലെ ഭയങ്കര ക്ഷീണം, തലവേദന ഇങ്ങനെ ഉണ്ടാവും. രാവിലെ ഒരു 5 മണിക്ക് എണീറ്റിട്ടെ 1/2 മണിക്കൂർ നടക്കാൻ പോണം. നടക്കാൻ പോവാണെങ്കിൽ 1/2 മണിക്കൂറില്ല, മിനിമം 3/4 മണിക്കൂറെങ്കിലും നടക്കാൻ പോണം. സംഭവം എന്താ പറയൂ, നമ്മളെല്ലാവരും ഫിസിക്കലായിട്ട് വർക്ക് ചെയ്യുന്നില്ലല്ലോ, ഫുള്ള് ബ്രെയിൻ കൊണ്ടുള്ള കളിയാണല്ലോ. അപ്പൊ എല്ലാവരും പോകണം നടക്കാൻ. അപ്പൊ നാളെ തൊട്ട് രാവിലെ നടക്കാൻ പോയാലോ? ഞാനിത് നേരത്തെ പറയണമെന്ന് വിചാരിച്ചാണ് ചേച്ചി. സത്യം പറഞ്ഞാൽ ഒരു ദിവസം ഞാൻ ഒരു 3 തവണയെങ്കിലും സേവാകേന്ദ്രത്തിൽ പോയിട്ട് വരും. മൊത്തം 6 കിലോമീറ്റർ. അപ്പോ ഒരു 6 കിലോമീറ്റർ ഞാൻ നടക്കൂ. അങ്ങനെ നടന്നിട്ടൊന്നും കാര്യമില്ല. നടക്കണമെങ്കിൽ കണ്ടിന്യൂസ് നടക്കണം. ഇപ്പൊ 3/4 മണിക്കൂർ നടക്കണമെങ്കിൽ 3/4 മണിക്കൂർ കണ്ടിന്യൂസ് നടക്കണം. കുട്ടി പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ +971 5263 10876. അല്ലാണ്ട് പലപ്പോഴായിട്ട് അതുകൊണ്ട് കാര്യമൊന്നും ഉണ്ടാകുമ്പോഴില്ല. അത് കറക്റ്റാണ്. എന്തായാലും നടക്കൂ, ഓടുവോ, ചാടുവോ, എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്യണം എല്ലാ ദിവസവും. പറയാൻ ഭയങ്കര എളുപ്പ, പക്ഷെ ഇതൊക്കെ പ്രാക്ടിക്കൽ ആവണ്ടേ? ഞാൻ പ്രാക്ടിക്കൽ ആക്കുമല്ലോ. ഇതല്ല പാട്, രാവിലെ എണീക്കണ കാര്യമാണ് പാട്. എണീക്കെന്നൊക്കെ വിചാരിച്ചു പോയി കിടക്കും, പക്ഷെ എണീക്കാൻ പറ്റില്ല. പിന്നെ അത് ശീലമൊക്കെ കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും നമ്മൾ ആ സമയമാകുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് എണീറ്റോ. അത് നല്ലത് ആരോഗ്യത്തിന്. വൺസ് ശീലമായി കഴിഞ്ഞാൽ അടിപൊളിയാ. പിന്നെ നടക്കാതിരുന്നാലാണ് ബുദ്ധിമുട്ട്. പടവലത്താണെങ്കിൽ രാവിലെ അപ്പൂപ്പനോട് അങ്ങോട്ട് പറമ്പിലോട്ട് ഇറങ്ങിയാൽ മതി. പിന്നെ അതാണ് ഏറ്റവും വലിയ എക്സസൈസ്. എന്നിട്ട് നീ അവിടെ പോകുമ്പോ ഒരു 8 മണി വരെ കിടന്ന് ഉറങ്ങണ കാണാലോ പോത്തുപോലെ. അത് പിന്നെ ചേച്ചി അവിടെ നല്ല തണുപ്പൊക്കെ ആയതുകൊണ്ട് കിടന്ന് ഉറങ്ങി പോകും. ഇതാണ് എനിക്ക് ദേഷ്യം പറഞ്ഞേ. വലിയ ഡയലോഗൊക്കെ അടിക്കും, പക്ഷെ ഒരു കാര്യം നടക്കത്തില്ല. എല്ലാരും അങ്ങനെയൊക്കെ തന്നെ വീട്ടില്. അതെ, ലച്ചു ചേച്ചി അങ്ങനെയൊക്കെ തന്നെ. ചേച്ചി ദുബായിൽ നിന്ന് അളിയൻ കാശ് കുറെ അയച്ചു തരുന്നുണ്ട്. ആ കാശാണെങ്കിൽ മൊത്തം ചേച്ചി ദൂർത്തടിച്ചല്ലേ കളയണത്. ഇവിടെ വരും, പിന്നെ ഇവിടുന്ന് പിന്നെയും കുഴപ്പത്തു, പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരും. സത്യം പറഞ്ഞാൽ ചേച്ചിയുടെ രാജകീയ യോഗമാണ് കേട്ടോ. രാവിലെ ചോറിയുടെ വർത്താനം പറഞ്ഞുകൊണ്ടിരുന്ന എന്റെ നല്ല ചവിട്ടുള്ളൂ കേട്ടോ യേശു. എന്നാ പിന്നെ ചവിട്ട് നോക്കട്ടെ. ചവിട്ടായി. എടാ നിനക്ക് എന്താടാ, രാവിലെ വീട്ടിലൊരു നല്ല കാര്യം സംസാരിച്ചോണ്ടിരിക്കുമ്പോ അതിന്റെ ഇടയിലും വഴക്കാ. അല്ലെങ്കിൽ അലമ്പ് കേസൊന്നും അലമ്പ് തന്നെയാ. ആരെല്ലാം വന്നു? നീ തന്നെ. അടിയിട്ടില്ലേ? അല്ല, 2 അടിയിട്ടില്ലേ? അല്ല, ഞാൻ വിചാരിച്ചു ഇപ്പൊ 2 അടി ഇട്ടുമായിരിക്കും. ഞാൻ എന്തായാലും രാവിലെ നല്ല മൂടാണ്. വഴക്കുണ്ടാക്കാനുള്ള മൂടൊന്നും എനിക്കില്ല. ഞാൻ നല്ല മൂടാണ്. കൊറേ പ്രതീക്ഷിച്ചേ. സാധാരണ എന്തെങ്കിലും ഒരു തുടക്കം ഇടാൻ കാത്തിരിക്കുകയാണ് അടി ഇടാനായിട്ട്. അമ്മ ആക്കിയതാണോ അമ്മ? ഇല്ലടാ, സ്നേഹത്തോടെ പറഞ്ഞതാ. അടി ഇടാത്ത വിഷമം കൊണ്ട് പറഞ്ഞു വരുന്ന. തണുത്തോളം വെച്ചില്ലേ? ഞാൻ പറഞ്ഞിട്ടുണ്ട് ഫ്രിഡ്ജിൽ തണുത്ത വെള്ളം വെക്കില്ല, അത് പ്രതീക്ഷിച്ചിരിക്കണ്ട. ഞാൻ പോണു.